അഴിമതിക്കെതിരെ ശക്തമായ നിലപാടുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ രംഗങ്ങളിൽ നിന്നും അഴിമതി തുടച്ചു നീക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അഴിമതിക്കാർ പഴയ ശീലം വെച്ച് പുതിയ കാലത്ത് പെരുമാറരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം ഇന്ന് പുതിയ വിജിലൻസ് ഡയറക്ടറായി ജേക്കബ് തോമസും ചാർജ് എടുത്തു. മൂർഖന്റെ കടിയേൽക്കുമ്പോൾ മാത്രമേ അഴിമതിക്കാർ വിവരമറിയൂ എന്ന് ജേക്കബ് തോമസും പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളിലേക്ക്. LDF ഗവൺമെന്റ് സ്വീകരിക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള ഉറപ്പ് ഇപ്പോഴും ആവർത്തിച്ച് പറയാനുള്ളത്. അഴിമതിക്ക് പുത്തൻ മാർഗങ്ങൾ കാണുന്നവരുണ്ട്, പുതിയ രീതികൾ സ്വീകരിക്കുന്നവരുണ്ട്. അവരോടെല്ലാം ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, വീട്ടിൽ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണല്ലോ നല്ലത്. അതിനുള്ള അവസരം അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പഴയ ശീലം വെച്ച് പുതിയ കാലത്ത് പ്രവർത്തിക്കാൻ തുടങ്ങരുത് എന്നാണ് എല്ലാ തലങ്ങളിലുമുള്ള അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അഴിമതിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ സർക്കാരിന്റെ ലക്ഷ്യമെന്ത്? ചർച്ചയിൽ പങ്കെടുക്കുന്നത് PM മുഹമ്മദ് റിയാസ്, ജോസഫ് M പുതുശ്ശേരി, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, J അജിത് കുമാർ, AN ഷംസീർ എന്നിവർ. ശ്രീ മുഹമ്മദ് റിയാസ്, അഴിമതിക്കാർക്ക് ശക്തമായ താക്കീതാണ് ഇന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. കുടുംബത്തോടൊപ്പം ആഹാരം കഴിക്കുന്നതല്ലേ നല്ലത് എന്നാണ് അവരോട് ചോദിച്ചിരിക്കുന്നത്. പഴയ ശീലം മറന്നേക്കാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ വിജിലൻസ് ഡയറക്ടറായി ചാർജ് എടുത്ത ശ്രീ ജേക്കബ് തോമസും ഏതാണ്ട് ഇതിന് സമാനമായ രീതിയിലാണ് പ്രതികരിച്ചത്. എന്താണ് സർക്കാരിൻ്റെ ലക്ഷ്യം? ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ശ്രീ ലാൽ, അഴിമതി തന്നെയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ അഴിമതികൾ, കൊള്ള, ഇതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അഴിമതി പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി. അഴിമതിക്കെതിരെയുള്ളൊരു വികാരം കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. അങ്ങനെ അധികാരത്തിൽ വന്നൊരു സർക്കാർ, ആ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി അഴിമതിക്കെതിരെ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാതെ മുന്നോട്ട് പോകുന്നു. പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് പറയുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ ഒരു അഴിമതി വിരുദ്ധ വികാരം മന്ത്രിമാർക്കിടയിലും ഉദ്യോഗസ്ഥന്മാർക്കിടയിലും ഉണ്ടാകുക സ്വാഭാവികമാണ്. ഇവിടെ ഒരു പകപോക്കലല്ല, മറിച്ച് അഴിമതിക്കെതിരെ സന്ധിയില്ലാത്തൊരു ഇടപെടലാണ് എന്ന സന്ദേശം മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞു. ഇവിടെ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളവും അഴിമതിക്കെതിരെയുള്ള ശക്തമായ നിലപാട് കൈക്കൊണ്ട് പോവുക, മുഖം നോക്കാതെ നീതിപൂർവവും നിഷ്പക്ഷവുമായ അന്വേഷണം, ഇടപെടൽ, ഇവ ഉദ്യോഗസ്ഥരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പ്രധാനപ്പെട്ട പദവിയാണ് വിജിലൻസ് ഡയറക്ടർ പദവി. കേരളത്തിലെ DGP റാങ്കിങ്ങിൽ കേഡർ, നോൺ കേഡർ എങ്ങനെ 2-4 ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോസ്റ്റായ വിജിലൻസ് ഡയറക്ടർ പോസ്റ്റിനകത്ത് ആ നിലയിൽ പൊതുവെ ജനങ്ങൾ അഴിമതിക്കെതിരെ കോംപ്രമൈസ് ഇല്ലാതെ നിലകൊണ്ടതിന് UDF സർക്കാരിൻ്റെ വലിയ അറ്റാക്കിംഗ് നേരിടേണ്ടി വന്ന ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചതിൽ പൊതുവെ ജനങ്ങൾ സ്വാഗതം ചെയ്യുകയും വലിയ പിന്തുണയും ആവേശവും മുഹമ്മദ് റിയാസ്, ജേക്കബ് തോമസിനെ കൊണ്ടുവന്നതോടുകൂടി തന്നെ അങ്ങനെ അഴിമതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു അഴിമതിക്കെതിരെ പോരാടുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നതോടുകൂടി തന്നെ ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രതികാരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സർക്കാർ എന്ന് പറയുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യം ഇതാണ്: മുൻപ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന അഴിമതിയെക്കുറിച്ച് എന്താണ് ഈ സർക്കാർ കാണുന്നത്? അവിടെ മുൻപ് അഴിമതി നടത്തിയവർക്ക് ഇപ്പോൾ അവർക്ക് ആശയ്ക്ക് വകയുണ്ടോ? ഒരാശയ്ക്കും വകയില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രതികാരം, പകപോക്കൽ എന്ന് പറഞ്ഞാൽ മുമ്പ് UDF ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള വിഷയവുമില്ലാത്ത കാര്യങ്ങൾ പോലും കുത്തിപ്പൊക്കി രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം, കൂട്ടിലെ തത്തയെ പോലെ CBIയെയും വിജിലൻസിനെ നിഷ്ക്രിയമാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പോലുള്ള നിലപാടുണ്ടാകില്ല. അതോടൊപ്പം അത് പറയുമ്പോൾ തന്നെ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. ഇപ്പോൾ പാമ്പാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് UDFൻ്റെ പല മന്ത്രിമാരും, പഴയ മന്ത്രിമാരും ഉറക്കത്ത് സ്വപ്നം കാണാൻ വേണ്ടി പോകുന്നത്. കാരണം ഇന്ന് പാമ്പിനെ കുറിച്ചുള്ള പരാമർശം വന്നു. ഇന്നലെ വരെ മറ്റു ചിലതും ഉറക്കത്ത് കണ്ട് ഞെട്ടി എണീക്കലാണ്.
ഇനി മുതൽ പാമ്പിനെ കണ്ട് ഞെട്ടിയണിക്കുന്ന സ്ഥിതിയിലേക്ക് UDF-ന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ മാറുകയാണ്. ഇത് പറയുമ്പോൾ തന്നെ പകപോക്കൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള രീതിയുമല്ല. അത് പറയുമ്പോൾ അഴിമതിയോട് സന്ധിയല്ല, നേരത്തെ നടത്ത അഴിമതികളോട് മുഖം നോക്കാതെയുള്ള നിലപാടെടുക്കുകയും മാതൃകാപരമായി ഭാവിയിൽ അഴിമതി മുക്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റി തീർക്കുകയും ചെയ്യുക എന്നുള്ള മഹത്വരമായ ലക്ഷ്യം ഇതിന്റെ വ്യക്തമാണ്. ശ്രീ മുഹമ്മദ് റിയാസ്. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, പാമ്പിനെയാണ് ഇനി UDF നേതാക്കൾ സ്വപ്നം കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മുൻപ് അഴിമതി നടത്തിയവർ എന്ന ഗണത്തിൽപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഞെട്ടി ഉണരാൻ പോവുകയാണ്. അവർക്കും ഇനി കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥ കുറവായിരിക്കും എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പുതിയ വിജിലൻസ് ഡയറക്ടറുടെ സ്ഥാനാരോഹണത്തിൽ നിന്ന് സർക്കാർ നൽകുന്ന സന്ദേശവും ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാൻ കഴിയും. പക്ഷെങ്കിൽ പിന്നെ നടപടികൾ നിയമപരമായി യാഥാർത്ഥ്യമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പൊ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നല്ലോ. അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണിക്ക് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് നിയമപരമായി എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് അവർ പ്രവർത്തിക്കട്ടെ. ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഇടതുപക്ഷ മുന്നണി ഉയർത്തിയത് അഴിമതി ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളെ സംബന്ധിച്ച് പിന്നെ നിയമപരമായ മാർഗങ്ങളാണ് അവലംബിക്കേണ്ടത്. അല്ലാതെ പിന്നെ വായ്ത്താരി പറഞ്ഞതുകൊണ്ട് അഴിമതിയാണെന്ന് സ്ഥാപിക്കുക. അത്തരം പ്രചരണങ്ങൾ നടത്താൻ അവർക്ക് കഴിഞ്ഞു. അത്തരം ചില അടച്ചാക്ഷേപിച്ചുകൊണ്ട് പ്രചരണമായി രംഗത്ത് വരാൻ അവർക്ക് കഴിഞ്ഞു. അതാണ് അവരുടെ ആകെ കൈമുതലായിട്ടുണ്ടായിരുന്നത്. അതാണ്. അപ്പൊ സ്വാഭാവികമായി ഇവിടെ എന്ത് നടപടികൾ സ്വീകരിക്കാനും നിയമപരമായി ഒരു ഗവൺമെന്റ് ഉണ്ടായിരിക്കുന്നു, ഗവൺമെന്റ് കീഴിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് നടപടികൾ സ്വീകരിക്കാനും കഴിയും. പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്ന് തെളിയിക്കാനുള്ള ഒരു ധാർമ്മികമായ ബാധ്യതയെങ്കിലും ഇടതുപക്ഷ മുന്നണിക്കുണ്ടല്ലോ. അവരാ നടപടികളുമായി ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന കാര്യങ്ങൾ ബാർ കോഴയുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഒന്ന്, താങ്കളുടെ തന്നെ നേതാവിന്റെ കൂടി പേര് കൂടി വലിച്ചിഴക്കപ്പെട്ട ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അതൊക്കെ അന്വേഷിച്ച ഉദ്യോഗസ്ഥരാണ് ശ്രീ ജേക്കബ് തോമസ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ വിഭാഗം ഒക്കെ തന്നെ. ആ ഉദ്യോഗസ്ഥനെ വീണ്ടും വിജിലൻസിന്റെ ഡയറക്ടർ സ്ഥാനത്തേക്ക് വരുമ്പോൾ അദ്ദേഹം ഈ പാമ്പിനെ സ്വപ്നം കാണുന്ന രീതിയിലേക്ക് ഉള്ള സന്ദേശങ്ങൾ തരുമ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ അഭിപ്രായങ്ങൾ ഇടതുപക്ഷ നേതാക്കളിൽ നിന്ന് വരുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ വായ്ത്താരി പറയാൻ ആർക്കും കഴിയും. ഒരു അച്ചടക്കമുള്ള ഇപ്പം ജേക്കബ് തോമസ് പുതിയ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും അഴിമതിക്കെതിരായ നീക്കത്തിൽ ഉപയോഗിക്കട്ടെ. അതിന് ഞങ്ങൾക്ക് യാതൊരു വരാതെ അഴിമതി വിരുദ്ധ സമൂഹം ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് അദ്ദേഹത്തിന് വീണ്ടെടുക്കുന്നത് സാന്റിയാഗോ മാർട്ടിനെ പോലെയുള്ള പിന്നെ ലോട്ടറി മാഫിയ തലവന്മാർ തലച്ചു കൊഴുത്തത് ഇടതുപക്ഷ മുന്നണിയുടെ കാലത്താണ് എന്ന കാര്യം വിസ്മരിക്കരുത്. കഴിഞ്ഞ 5 വർഷക്കാലം ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിച്ച 5 വർഷക്കാലം സാന്റിയാഗോ മാഫിയയെ പോലെയുള്ള മാഫിയ തലവന്മാർക്ക് കേരളത്തിന്റെ അതിർത്തിയിലേക്ക് കാലെടുത്ത് കുത്താൻ പോലും കഴിഞ്ഞില്ല. കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്തു നിർത്തി. അതേസമയം കോടിക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണിയുടെ കാലത്ത് കേരളത്തിൽ നിന്ന് അന്യസംസ്ഥാന ലോട്ടറി അടക്കമുള്ള ഇതിന്റെ പേരിൽ കടത്തിക്കൊണ്ടുപോയത് എന്ന യാഥാർത്ഥ്യം നമുക്ക് ആ കാര്യങ്ങൾ കണ്ടെത്താനാണ് ജനങ്ങൾ നിങ്ങൾക്ക് മാൻഡേറ്റ് തന്നത് 2011-ൽ. അതിനുശേഷം നിങ്ങളുടെ പുറത്തേക്ക് ആരോപണങ്ങൾ വന്നതല്ലാതെ നിങ്ങൾ ആരെ ശിക്ഷിച്ചു എന്നുള്ളത് ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. അല്ല, ഞാന് വസ്തുത മറച്ചു വെക്കരുത്. അവിടെയാണ് പറയാം. അത് പറഞ്ഞ് റഫറി ഗോളടിക്കുന്ന സ്ഥിതിയിലേക്ക് വരരുത്. ഞാൻ അത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുന്നു. ഈ കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുകയും ആ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം വേണം എന്ന് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടതാണ്. ആ CBI അന്വേഷണത്തിന് തടസ്സം നിൽക്കുന്ന സമീപനമാണ് അന്നത്തെ ഇടതുപക്ഷ മുന്നണി സ്വീകരിച്ചത്. അതിനുശേഷം CBI അന്വേഷണം ഉണ്ടായി. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് CBI അന്വേഷണം നടന്നു. ആ CBI അന്വേഷണം മുന്നോട്ട് പോകുന്നു. CBI അന്വേഷിച്ച കേസിൽ ചില പാകപ്പിഴകൾ ഉണ്ടായി എന്ന് വന്നപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് പിന്നെ തടസ്സ ഹർജി അന്വേഷണ കോടതിയിൽ പിന്നെ സമർപ്പിച്ചു. പിന്നെ CBIയുടെ അന്വേഷണം നടന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്ന എറണാകുളത്തെ CJM കോടതിയിൽ തടസ്സ ഹർജി 5 കൊല്ലം കിട്ടിയിട്ടും ഇപ്പോഴും അതൊക്കെ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. മാത്രമല്ല ഇനി കൂടുതൽ അന്വേഷിക്കേണ്ട എന്ന് ജനം വിധി എഴുതുകയും ചെയ്തു. ഞാൻ തിരിച്ചു വരാം. ശ്രീ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ഇപ്പോൾ ജോസഫ് എം പുതുശ്ശേരി പറയുന്നത് പോലെ അവർക്ക് 5 കൊല്ലം കിട്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിച്ചത്. ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന സർക്കാർ ഈ രീതിയിൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടവുമായി ശക്തമായ സന്ദേശം നൽകി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല, കേരളത്തിൽ ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സർക്കാരിനോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാർക്കും ഈ സർക്കാരിനും
ഒരു പൊതുസമൂഹത്തിലെ എളിയ പ്രതിനിധി നിലയിൽ ഞാൻ ആ സർക്കാരിന് എല്ലാ അഭിനന്ദനങ്ങളും അഭിവാദനങ്ങളും ഈ സമയത്ത് അർപ്പിക്കുകയാണ്. പിന്നെ ജോസഫും പുതുശ്ശേരി പറഞ്ഞ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ തലത്തിലേക്ക് ചർച്ചയെ കൊണ്ടുപോകുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ദൃശ്യമാധ്യമം എന്ന നിലയിൽ ഈ കൈരളി മുമ്പോട്ട് വയ്ക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയുടെ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി സംസാരിക്കുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ചർച്ചയുടെ ഒരു ദിശാബോധം ഞാൻ ഒന്ന് സൂചന നൽകുകയാണ്, എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഇനി ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലേക്ക് ഇടപെട്ട് പ്രവർത്തിക്കുന്ന നീണ്ട കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യവും വളരെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അഴിമതിയെ സംബന്ധിച്ച് നമ്മൾ ആരും അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി LDF ആണെങ്കിലും UDF ആണെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഭക്ഷണം വാങ്ങാൻ പച്ചക്കറിയും അരിയും മറ്റ് പ്രൊവിഷനും വാങ്ങാൻ കാശ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അടിച്ചു മാറ്റുന്ന കുറേ ആളുകൾ, പാകം ചെയ്യാൻ അടുക്കളയിൽ കൊണ്ടുവരുമ്പോൾ അടുക്കളയിൽ നിന്ന് അടിച്ചു മാറ്റുന്ന കുറേ ആളുകൾ, പാകം ചെയ്തതിന് ശേഷം പാകം ചെയ്ത ഭക്ഷണം അടിച്ചു മാറ്റുന്ന കുറേ ആളുകൾ, അത് വിളമ്പാൻ കൊടുക്കുമ്പോൾ വിളമ്പുന്ന സമയത്ത് അടിച്ചു മാറ്റുന്ന കുറേ ആളുകൾ ഈ നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അവരെ നമ്മൾ സൂക്ഷിക്കണമെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ്. മന്ത്രിമാർ, നമ്മുടെ ഭരണതലത്തിലിരിക്കുന്നവരും രാഷ്ട്രീയ നേതൃത്വവും അഴിമതിയില്ലാത്ത സുദീർഘമായ ഒരു ഭരണം കാഴ്ചവെക്കണം, മാതൃകയാവണം. ആ മാതൃക ആകുമെന്ന് എനിക്ക് പൂർണ്ണമായ പ്രതീക്ഷയുണ്ട്. ആ മാതൃകയായാൽ മാത്രമേ അവരുടെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരെയും മറ്റ് ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവിനെയും നിലയ്ക്ക് നിർത്തി അഴിമതിയില്ലാത്ത ഒരു ഭരണം, ഞാനിവിടെ അതിനെ രാഷ്ട്രീയം കാണുന്നില്ല. കഴിഞ്ഞ കാല ഗവൺമെൻറ് മൊത്തം അഴിമതി നടത്തി എന്നൊരു വ്യാഖ്യാനവും എനിക്ക് നൽകാൻ പറ്റില്ല. അഴിമതി നടത്തിയതിന് മുൻപിൽ നിർത്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ നേരിട്ടത്. ജനങ്ങൾ അവർക്ക് ഭരണം നൽകാൻ ഒരു വലിയ മാൻഡേറ്റ് നൽകിയത്. അതിൻ്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കി അഴിമതിയില്ലാത്ത ഒരു ഭരണം, കാരണം അഴിമതി എന്നൊരു ക്യാൻസർ പോലെ നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നിരിക്കുകയാണ്. ഇല്ലാത്തൊരു ഭരണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട അഴിമതി ആരോപണ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ കൂടിയാണ് ജേക്കബ് തോമസ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് കോടതിയിൽ എത്തിയതും നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള വിമർശനങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടതാണ്. ആ റിപ്പോർട്ട് ആദ്യം ഒന്ന് എഴുതുന്നു, ചിലത് പുറത്തേക്ക് വരുന്നു, പിന്നെ അത് തിരുത്തി വേറെ രീതിയിലുള്ള റിപ്പോർട്ട് കൊടുക്കേണ്ടി വരുന്നു, സ്ഥാനചലനം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു, അദ്ദേഹം പോലും ഇഷ്ടപ്പെടാത്ത തരത്തിലേക്ക് പൊതുമാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് പുതിയ സ്ഥാനത്തേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്, സർക്കാരിൽ നിന്നുള്ള ഇടപെടലായിട്ടാണ് പൊതുജനം കണ്ടത്. അതിൻ്റെ ഒരു വിധിയെഴുത്താണ് ജനം നടത്തിയിട്ടുണ്ടാകുക. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും വിജിലൻസ് ഡയറക്ടറും പറഞ്ഞ കാര്യത്തിലും ഉണ്ടാകില്ലേ? അത് കഴിഞ്ഞ കാലത്തിൽ ഉള്ള ചില അധികാര കേന്ദ്രങ്ങളിലെ ആളുകൾക്ക് പാമ്പിനെ സ്വപ്നം കാണുന്നതിന് കാരണമാകുമോ? അല്ല, ശ്രീ ജേക്കബ് തോമസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വളരെയേറെ ഞാൻ ബഹുമാനത്തോടു കൂടെ തന്നെ പറയട്ടെ. അദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്. പക്ഷേ വൈകാരികമായ ചില തലങ്ങളിലേക്ക് അദ്ദേഹം സംസാരത്തിൽ പോകുന്നതിൽ എനിക്ക് അല്പം ആശങ്കയുണ്ട്. കാരണം അദ്ദേഹം ഒരു സെർവൻ്റ് എന്ന നിലയിൽ, സർക്കാരിൻ്റെ ഒരു സെർവൻ്റ് എന്ന നിലയിൽ, ഒരു പബ്ലിക് സെർവൻ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ആഴവും പരപ്പും, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൽ അദ്ദേഹം എടുക്കുന്ന എന്താ പറയുക, ആർജവം, സത്യസന്ധത, ഇതൊക്കെയാണ് ജനം പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അദ്ദേഹം നടത്തുന്ന ചില പദപ്രയോഗങ്ങളും എന്താ പറയുക, വൈകാരികമായ ചില തലങ്ങളിലുമൊക്കെ എനിക്ക് അത് ഒന്നുകൂടെ അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചാൽ ശിവൻമഠത്തിൽ പറഞ്ഞതുപോലെ ഈ ജേക്കബ് തോമസ് പറഞ്ഞ ചില വാക്കുകൾക്ക് ഒരുപക്ഷെ അതിശയോക്തി ഉണ്ടാകാം, ഒരുപക്ഷെ ഇത്രമാത്രം ഒരു ഉദ്യോഗസ്ഥൻ പറയേണ്ടതുണ്ടോ എന്ന ചർച്ചയുണ്ടാകാം. അതൊക്കെ ശരിയാണ്. പക്ഷേ കഴിഞ്ഞ കാലഘട്ടത്തിലെ അഴിമതിയെക്കുറിച്ചുണ്ടായ ആരോപണങ്ങൾ അത്രമാത്രം ഭീകരമാണ്. അത് അന്വേഷിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹം കണ്ട കാര്യങ്ങളുണ്ട്, പുറത്തേക്ക് വരാത്ത കാര്യങ്ങളുണ്ട്. അതിലൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജത്തിൻ്റെ പുറത്ത് അല്പം അദ്ദേഹം കടന്നു പറഞ്ഞാൽ പോലും അതിൻ്റെ സന്ദേശം എന്താണ്, അതാണ് പ്രധാനം. അതിന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അഴിമതിക്കാർക്ക് ഒരുമിച്ച് കുടുംബത്തോടൊപ്പം കഴിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാലത്തെക്കുറിച്ച് പേടിപ്പിക്കുന്നത് തന്നെയല്ലേ? ഡോക്ടർ ലാൽ, എനിക്ക് സ്വല്പ
അവർക്കൊക്കെ സമയം കൊടുത്തല്ലോ. ഇതിന് 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് ഡോക്ടർ ലാലിൻ്റെ ചോദ്യങ്ങൾ 2-3 ഒന്ന് ശ്രീ ശിവൻ മഠത്തിൻ്റെ ഒരു പരാമർശം. അതിനു മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട അനിയൻ, എനിക്ക് വളരെ സ്നേഹവും അത്യാവശ്യം ബഹുമാനവും ഉള്ള ശ്രീ റിയാസ് പറഞ്ഞ ഒരു കാര്യത്തിനും മറുപടി പറയണം. ശ്രീ റിയാസ്, ഡോക്ടർ ലാൽ രണ്ടുപേരോടായിട്ട് പറയട്ടെ, ഈ പാമ്പിനെ സ്വപ്നം കാണുക എന്ന് പറയുന്നത് ശുഭസൂചകമായിട്ടാണ്. റിയാസ് അതിഥിയാണ്, ഞാൻ അവതാരകനാണ്. ഓക്കെ, അപ്പോൾ അതല്ല, ഓക്കെ. ഡോക്ടർ ലാൽ, ശ്രീ റിയാസ്, ഞാൻ പറയട്ടെ, ഈ സ്വപ്നാടനത്തിന്റെ വിശകലനത്തിൽ പാമ്പിനെ സ്വപ്നം കാണുന്നത് ശുഭസൂചകമാണെന്നാണ് അവരുടെ അനാലിസിസിൽ പറയാറുള്ളത്. അത് ശുഭസൂചകമായിരിക്കട്ടെ സ്വപ്നം കാണുന്നവർക്ക്, അതവിടെ നിൽക്കട്ടെ. ശ്രീ ശിവൻ മഠത്തിൽ പറഞ്ഞ എല്ലാവരും കുടുംബത്തോടൊപ്പം ഇരുന്ന് അത്താഴം കഴിക്കുന്നതല്ലേ ഭംഗി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ ചില ഇൻ്റർപ്രിട്ടേഷൻസ് ശ്രീ ശിവൻ മഠത്തിൽ പറഞ്ഞതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നു. അതായത് ഇപ്പോൾ പച്ചക്കറി വാങ്ങിക്കുന്നവൻ കൊള്ളയടിക്കുന്നു, പാചകം ചെയ്യുന്നവൻ കൊള്ളയടിക്കുന്നു, വിളമ്പുന്നവൻ കൊള്ളയടിക്കുന്നു, ഭക്ഷിക്കുന്നവൻ കൊള്ളയടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതൊന്നും അല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം പറഞ്ഞത് കൃത്യമായ ഒരു താക്കീതാണ്, കൃത്യമായ ഒരു വെല്ലുവിളിയാണ്. അതായത് അഴിമതി കാണിക്കുന്നവൻ അല്ലെങ്കിൽ കുറ്റം ചെയ്യുന്നവൻ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കില്ല, അവൻ പൂജപ്പുരയിലോ കണ്ണൂരോ വിയ്യൂരോ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ അതിൽ ആ വരികൾക്കിടയിൽ വായിച്ചെടുക്കുന്നത്. ശ്രീ ശിവമഠത്തിൻ്റെ വ്യാഖ്യാനത്തെ ആ രീതിയിൽ ഞാൻ ചോദ്യം ചെയ്യുന്നു. ഇനി ഡോക്ടർ ലാൽ ചോദിച്ചതിൻ്റെ മറുപടി. ജേക്കബ് തോമസ് എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര്, ജേക്കബ് തോമസ്, പേര് തെറ്റിയിട്ടുണ്ട്. ശ്രീ പുതുശ്ശേരി ഉണ്ടോ ലൈനിൽ? ശ്രീ പുതുശ്ശേരി ആരുടെയും മതവികാരം വ്രണപ്പെടുത്താതെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ശ്രീ ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിട്ട് ഇപ്പോൾ ചാർജ് എടുത്തു. അദ്ദേഹത്തിന് ശ്രീ ശിവമഠത്തിൽ ശ്രീ പിണറായിക്ക് അഭിവാദം അർപ്പിച്ച പോലെ ഞാൻ അദ്ദേഹത്തിന് നന്മകൾ നേരുന്നു. പക്ഷേ അദ്ദേഹം ഉണ്ടല്ലോ, ഒരു വെറും കത്തനാര് സ്വയം കർദിനാൾ ചമയുന്ന പോലെയാണ് എന്ന് ഞാൻ പറയുമ്പോൾ ശ്രീ പുതുശ്ശേരി ഇതിനകത്ത് യാതൊരു വർഗീയ വികാരവും കാണരുത്, ആരെയും ഓർമ്മപ്പെടുത്താനല്ല പറഞ്ഞു. സ്വയം അങ്ങ് കർദിനാളായിട്ട് സ്വയം അവരോധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു സാധാ കത്തനാരാണ് ശ്രീ ജേക്കബ് തോമസ്. അദ്ദേഹത്തിനെ ഇത്രമാത്രം ഗ്ലോറിഫൈ ചെയ്യുന്ന മാധ്യമങ്ങളിലൊക്കെ അറിയാതെ പോകുന്നതോ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരുപാട് അഴിമതി ആരോപണങ്ങൾക്ക് വിധേയനായ മനുഷ്യനാണ് ശ്രീ ജേക്കബ് തോമസ്. എത്രയോ കാലം LDF UDF ഗവൺമെന്റ് മാറി ഇവിടെ ഭരിച്ചു. എന്നെങ്കിലും കാലത്ത് ഈ മനുഷ്യനെ കാക്കി യൂണിഫോം കാക്കി ചട്ട ഇടാൻ ആ മനുഷ്യനെ മുമ്പിരുന്ന LDF ഗവൺമെന്റ് UDF ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൽ വിശ്വാസമില്ലാത്ത സർക്കാരുകളായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോ ഈ കഴിഞ്ഞ എന്ന ഉദ്യോഗസ്ഥനെ ആര് കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനം. അദ്ദേഹത്തെ കഴിഞ്ഞ സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്തു നമ്മൾ കണ്ടതാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പറയുന്നു, ഇതാണ് എൻ്റെ സന്ദേശം, എൻ്റെ ഗവൺമെന്റ് സന്ദേശം. അഴിമതിക്കാർ പൂജപ്പുരയിലായിരിക്കാം, അങ്ങ് പറഞ്ഞതുപോലെ അവർ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും, അതിനനുസരിച്ച് ഒരു ഉദ്യോഗസ്ഥൻ നിൽക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ആ ഉദ്യോഗസ്ഥന് അതനുസരിച്ചല്ലാതെ പോകാൻ സാധിക്കില്ല എന്ന് വരുമ്പോൾ അവിടെ ജേക്കബ് തോമസ് എന്ന ഉദ്യോഗസ്ഥൻ കൂടി വരുമ്പോൾ അഴിമതി എങ്ങനെ മുന്നോട്ട് പോകും? അവിടെയാണ് ശ്രീ അഡ്വക്കേറ്റ് ശിവമഠത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ യോജിപ്പ് തുടക്കത്തിൽ പറഞ്ഞാൽ ഞാൻ തെല്ല് യോജിക്കുന്ന ഒരു കാര്യം. അത് അങ്ങനെ സന്ദേശം കൊടുക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെ ഭരണത്തിൽ വന്നവരാണ്. ഭരണകൂടത്തിന്റെ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ്, സെർവന്റ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് സെർവന്റ് ഓഫ് ദ പീപ്പിൾ. അങ്ങനെ ഒരു സെർവന്റ് അല്ല സന്ദേശം കൊടുക്കേണ്ടത്, ഭരണാധികാരിയാണ് സന്ദേശം കൊടുക്കുന്നത്. ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ വിജിലൻസിനെ ചാർജ് വഹിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞാൽ അതിലൊരു സന്ദേശം ഉണ്ടെന്ന് പറയാം. അദ്ദേഹത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ സേവകനായിട്ടിരിക്കേണ്ട ഒരു വിജിലൻസ് ഡയറക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞത് കൂടി നമ്മൾ ചർച്ചയ്ക്ക് എടുത്തു. ജേക്കബ് തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനേക്കാളും വൃത്തിയായിട്ട് ശ്രീ ശിവമഠത്തിൽ പറഞ്ഞ പോലെ ചില വൈകാരിക തലത്തിലൊന്നും ഒരു സീനിയർ IPS ഓഫീസറും വിജിലൻസ് ഡയറക്ടറും സംസാരിക്കേണ്ട കാര്യമില്ല. ഇതുവരെ ഞാൻ പോലീസ് കെട്ടിടങ്ങൾ പണിയുകയായിരുന്നു, ഇനി ഞാൻ ബാക്കിയുള്ളവർക്ക് പണി കൊടുക്കാനായിട്ട് വരികയാണ്, അതാണ് എൻ്റെ പണി എന്നൊക്കെ പറയുന്നത് ഒരു മുതിർന്ന IPS ഓഫീസർക്കുടെ വായിന്ന് വരേണ്ട ശോഭിക്കുന്ന വാക്കുകളല്ല. അപ്പോൾ ഈ സെർവന്റ് ഓഫ് ദ ഗവൺമെന്റ് അങ്ങേരല്ല നാട്ടുകാർക്ക് സന്ദേശം കൊടുക്കേണ്ടത്. അത് ബന്ധപ്പെട്ട ജനായത്ത ഭരണത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളുണ്ട്. ബാക്കി ഓഫീസർമാർ അവർ ഭരണാധികാരി പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഡോക്ടർ ലാലും ഞാനും അഡ്വക്കേറ്റ് ശിവമഠത്തിലും ശ്രീ റിയാസും ഒക്കെ കൊടുക്കുന്ന കരത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പൈസ കൊണ്ട് ശമ്പളം വാങ്ങിക്കുന്ന ഒരു സന്ദേശം കൊടുക്കുന്ന രീതിയിൽ ജേക്കബ് തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളിൽ വൈകാരികത കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ ബാധിക്കുന്നതാണോ? അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഏതെങ്കിലും തരത്തിൽ കളങ്കം ഉണ്ടാക്കുന്നതാണോ? എങ്ങനെയാണ് അതിന് മറുപടി കൊടുക്കുക? അല്ല, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം അത് ഈ സർക്കാർ മുഖമുദ്രയാക്കി മാറ്റിക്കഴിഞ്ഞു. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ 1-2 ഉദ്യോഗസ്ഥരോ പ്രത്യേക പദവിയിൽ ഇരുന്നാൽ മാത്രമേ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാകുമെന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഇവിടെ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഈ സർക്കാരിൻ്റെ കാലത്ത് അഴിമതി എന്നുള്ള നിലയിൽ ഉണ്ടാകില്ല. അതിൻ്റെ തുടക്കം തന്നെ സാമ്പിൾ ഡോസായിരുന്നു അവതാരങ്ങളെക്കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വ്യാമോഹങ്ങൾ ചതിക്കുഴികളായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ മന്ത്രിമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുമെല്ലാം സ്വന്തം മനസ്സിൽ അഴിമതിക്കെതിരെയും തിന്മക്കെതിരെയും അഹങ്കാരമില്ലാത്ത മനസ്സ് സൃഷ്ടിക്കാനുമുള്ള പോരാട്ടത്തിന്
നേതൃത്വം കൊടുക്കാനുള്ള ഒരു സന്ദേശം കൂടിയായിരുന്നു അത് എന്ന് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത് ഈ സർക്കാരിൽ നിന്നും മുൻകാല അഴിമതി അത് വെറും ആരോപണമല്ല, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരിക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഫുൾഫിൽ ചെയ്യാൻ ഈ സർക്കാരിന് സാധിക്കും. അത് സ്വതന്ത്രമായി ഒരു വിജിലൻസിനെ ഇൻഡിപെൻഡൻ്റ് ആയി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി ഇവിടെ ഉണ്ടാകും. അതോടൊപ്പം പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കാനാകുന്നത് പറയുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഈ സർക്കാരിൻ്റെ തലവൻ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നാട്ടിലാകെ പടരാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു രീതിയിലുള്ള അഴിമതിയും പ്രസന്റ് കണ്ടീഷനിൽ ഒരു ഉദ്യോഗസ്ഥന് പോലും നടത്താൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ഭയം സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് ചുരുങ്ങിയ ദിവസം കൊണ്ട് സാധിച്ചു. ഇത് വലിയൊരു മെസ്സേജാണ്. ഇത് ജനം സ്വീകരിച്ചു. ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്തവർ പോലും താല്പര്യം പ്രകടിപ്പിച്ചു. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒരു ഉദ്യോഗസ്ഥൻ, അതും അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്ന ഒരു ഉദ്യോഗസ്ഥന് തോന്നുകയാണ് എനിക്ക് ചിലത് ശക്തമായി പറയാം. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അഴിമതിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ധൈര്യം വരുന്നു. മറിച്ച് അഴിമതി നടത്താനും കിമ്പളം ഉണ്ടാക്കാനും കമ്മീഷൻ ഏജന്റ് ആകാനും മധ്യവർത്തിയാകാനും പരീക്ഷയ്ക്ക് കോപ്പിയടിക്കാനും ഒക്കെ ധൈര്യം വരുന്ന ഒരു സംസ്കാരം കേരളത്തിൽ ഇല്ലാതായി മാറുന്നു എന്നുള്ളതാണ് പോലീസ് സേനയ്ക്കും മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലും ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശം. മുഹമ്മദ് റിയാസ്, ഇത് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ മാത്രമാണോ എന്നൊരു സംശയം കൂടി ഉണ്ടാകും. അവിടെയാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അദ്ദേഹം ഒരു സമവായത്തിൻ്റെ പുതിയ പാതയാണ് തുറന്നിരിക്കുന്നത്. നരേന്ദ്രമോദിയെ കണ്ട ദിവസങ്ങളിൽ ഉണ്ടായ ആ ശരീരഭാഷ ഒരുപാട് മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. അദ്ദേഹത്തെ എതിർക്കുന്നവർ പോലും വളരെ പോസിറ്റീവായി ചർച്ച ചെയ്തതാണ്. അതിനുശേഷം മുല്ലപ്പെരിയാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പോലും തമിഴ്നാടുമായി സഹകരണത്തിലാണ്, ചർച്ചയിലൂടെ വേണം മുല്ലപ്പെരിയാർ ഡാം കെട്ടേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്യുകയുണ്ടായി. അയൽപക്കക്കാരുമായി എങ്ങനെയാണ് ഒരു നല്ല ബന്ധത്തിൽ പോവുക എന്നുള്ളത്. ഇതുപോലെ പ്രതികാരത്തിൻ്റെ ഒരു സ്വഭാവം തൻ്റെ സർക്കാരിനുണ്ടാകില്ല പഴയ കാലത്തിലെ സർക്കാരിനോട് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുമോ ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം? അതോ മന്ത്രിമാരും മറ്റു രാഷ്ട്രീയ നേതാക്കളും ആ കാര്യത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരും പാമ്പിനെ സ്വപ്നം കാണേണ്ടി വരുമോ? തീർച്ചയായിട്ടും പാമ്പിനെ സ്വപ്നം കാണേണ്ടി വരും. അത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതുപോലെ പാമ്പിനെ സ്വപ്നം കാണുന്നത് നല്ല ലക്ഷണം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ അഴിമതി നടത്തിയവർക്ക് നല്ല ഭയമുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷം ചെയ്യുന്നത് എന്താ? അപ്പോൾ ഇവിടെ UDF-ന് പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പുതുശ്ശേരി ഉൾപ്പെടെ പറയുന്നത് എന്തൊക്കെയാ? ബാലിശമായ വാദങ്ങൾ. അധികാരത്തിൽ വന്ന് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ കാറിന് 4 ടയറല്ല 5 ടയറില്ലേ, ഗൺമാന് 3 കണ്ണില്ലേ, അല്ലെങ്കിൽ 1 കണ്ണേ ഉള്ളൂ, ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നു. ഇവിടെ ജനം മാൻഡേറ്റ് നൽകി അധികാരത്തിൽ വന്നൊരു സർക്കാർ സ്വതന്ത്രമായി ഇടപെടാനുള്ള ഒരു സ്പേസ്, ഒരു ടൈം പോലും നൽകാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. ഇത് വിരളി പിടിച്ചിട്ടാ. ഈ സർക്കാരിനെ വിരളി പിടിച്ചു. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ചക്കരക്കടത്തിൽ കൈയിട്ടവൻ ഉത്തരം പറയേണ്ടി വരും. ഒരു തർക്കമില്ല, അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ ജോസഫ് പുതുശ്ശേരി, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അഴിമതി ഉണ്ടായി എന്നുള്ളതിൻ്റെ തെളിവിനെ സംബന്ധിച്ച് ആണ് തർക്കം ഉണ്ടാകുന്നത്. പക്ഷെ ആ കാര്യത്തിൽ ഒരു കൃത്യത വരണം, അത് ക്ലാരിറ്റി ഉണ്ടാകണം. അത് ആരൊക്കെയാണ് കളങ്കപ്പെടുത്തുന്നത്, ആരുടെയൊക്കെ രാഷ്ട്രീയ ഭാവിയാണ് ഇല്ലാതാക്കുന്നത് എന്നുള്ളത് അങ്ങേക്ക് തന്നെ നല്ലവണ്ണം അറിയാവുന്നതാണ്. ആ കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാകുന്നതല്ലേ നല്ലത്? അതിന് മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ പറയട്ടെ. കാരണം ചർച്ചയിൽ ഇപ്പോഴാണ് എനിക്ക് അവസരം ലഭിക്കുന്നത്. ഏകപക്ഷീയമായി കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. ഞങ്ങള് ഈ ഗവൺമെന്റ് വന്നേ ഉള്ളൂ. ഗവൺമെന്റിനെ കുറിച്ച് ഞങ്ങള് അത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മുല്ലപ്പെരിയാർ സംബന്ധിച്ച കേരള നിയമസഭയുടെ ഏകകണ്ഠമായ പ്രമേയത്തിന് വിരുദ്ധമായി മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം ഉണ്ടായപ്പോൾ ഞങ്ങൾ വിമർശിച്ചു. പ്രതിപക്ഷത്തു നിന്ന് വിമർശനം ഉണ്ടായി. അത് കേരളത്തിലെ ജനസമൂഹത്തിന്റെ ഒരു പൊതുവികാരം. അത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോ നിങ്ങൾ തന്നെയാണ് ഗവൺമെന്റ് ഭയങ്കര കാര്യങ്ങളാണ്, ഗവൺമെന്റ് വന്നിട്ടേ ഉള്ളൂ, ഗവൺമെന്റ് പ്രവർത്തിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ ഉദ്യോഗസ്ഥന്മാരുടെ നിയമനത്തെ കുറിച്ച് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരുടെ നിയമനവും സത്യസന്ധതയും ഒക്കെ പറയുമ്പോൾ തന്നെ ഒരു സർക്കാരിന്റെ നയപരിപാടികൾ വിശദീകരിക്കേണ്ടത് ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ അത്തരം അവകാശങ്ങൾക്ക് മേൽ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വായ്ത്താരി പറയുന്നത് ശരിയാണോ അല്ലയോ എന്നൊക്കെ ജനസമൂഹം വിലയിരുത്തട്ടെ. അതിപ്പോ പെട്ടെന്ന് ഞാൻ പറയുമ്പോൾ അത് എത്രമാത്രം സ്വീകാര്യമാകും എന്നൊക്കെ ഉള്ളത് ഒരു പക്ഷേ ഒരു ഡിബേറ്റ് ആകാം. പക്ഷെങ്കിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഉദ്യോഗസ്ഥന്മാർ
സർവീസ് ചട്ടങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. ശ്രീ ജോസഫ് പുതുശ്ശേരി, ഈ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ജേക്കബ് തോമസ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് എപ്പോഴാണെന്ന് നമ്മൾ കേട്ടതാണ്. കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചിട്ടും നിങ്ങളുടെ സർക്കാരിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ വിരൽ തുമ്പിൽ സർക്കാരിനായിട്ട് അമ്മാനമാടി എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കുകയും ചെയ്തു. ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാലത്തെ അനുഭവമല്ലേ അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും എന്റെ കമന്റിനെ കുറിച്ച് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പിന്നെ ഈ അങ്ങയുടെ അഭിപ്രായ പ്രകടനം എന്തടിസ്ഥാനത്തിലാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ജേക്കബ് തോമസിന്റെ അഭിപ്രായ പ്രകടനം അതിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുകയും അതുപോലെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അങ്ങേക്കും അറിയാവുന്ന കാര്യമാണെന്നാണ് എന്റെ വിചാരം. അത് മറച്ചു വെച്ചുകൊണ്ട് എന്താണ് എന്ന് അങ്ങ് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താണ് ഉറങ്ങുന്നവനെ ഉണർത്താം എന്ന് മാത്രമാണ് എനിക്ക് അക്കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം, അഴിമതിക്കെതിരായ നടപടി എടുക്കുന്നു എന്ന് പറയുന്നത് ഇതിനെ ആർക്കെങ്കിലും ഈ കാര്യം തടയാൻ പറ്റുമോ? ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആർക്കാണ് തടയാൻ പറ്റുക? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയും, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, അത് പ്രകൃതി നിയമമാണ്. അക്കാര്യത്തിൽ ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ അത് ആരോപണത്തിന്റെ പുകമറയിൽ നിർത്തി പിന്നെ സങ്കുചിതമായ രാഷ്ട്രീയ ലാഭം നേടാൻ വേണ്ടി ആരോപണത്തിന്റെ പുകമറ ഉണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം അത്തരം കാര്യങ്ങളിൽ വ്യക്തമായ നടപടികളും പിന്നെ തെളിവുകളും നടപടികളും ഒക്കെയാണ് ഉണ്ടാവേണ്ടത്. അത് ഇനി കാണാൻ പോകുന്ന കാര്യമാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അഴിമതിക്കെതിരായി ശക്തമായ നടപടി ഉണ്ടാവുന്നത് കേരളീയ സമൂഹം സ്വാഗതം ചെയ്യും. ഞങ്ങൾ ഹൃദയപൂർവ്വം അക്കാര്യം സ്വാഗതം ചെയ്യുന്നു. നടപടികളുമായി മുന്നോട്ട് പോകണം, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അവിടെയാണ് അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി ഉണ്ടാവുന്നത്. അങ്ങനെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോ ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്തായിരുന്നു എന്ന് പിന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ. അങ്ങനെ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതല്ലാതെ പിന്നെ 2 ആഴ്ചയാവുന്ന ഒരു ഗവൺമെന്റിനെ കുറിച്ച് ഗവൺമെന്റ് എല്ലാം ശരിയാണ്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കൂടി ആ പ്രവർത്തന മികവ് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. ആ ചരിത്രം പരിശോധിക്കുമ്പോൾ, അത്തരം ഇന്നലകളിലെ അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ അതാണ് ഞാൻ സാന്റിയാഗോ മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഈ വായ്ത്താരി പറയുന്ന ആളുകൾ അധികാരത്തിൽ വന്ന കാലഘട്ടങ്ങളിൽ അത്തരം മാഫിയകൾ കേരളത്തിൽ അഴിഞ്ഞാടിയത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ബോധ്യമുണ്ടായിരുന്ന കാര്യമാണ് എന്ന് കഴിഞ്ഞ കാല അനുഭവങ്ങൾ സൂചിപ്പിച്ച് വ്യത്യസ്തമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ സമീപനം കാലം തെളിയിക്കട്ടെ. സ്വാഭാവികമായും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോഴാണ് അത് സംബന്ധിച്ച വിലയിരുത്തൽ ഉണ്ടാവേണ്ടത്. ഇപ്പോ ഗവൺമെന്റ് വന്നിരിക്കുന്നു, ഗവൺമെന്റ് ചില നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ആ നടപടികൾ ഉണ്ടാവട്ടെ. അക്കാര്യത്തിൽ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ആർക്കാണ് തടയാൻ കഴിയുക? ശരി, ഞാൻ തിരിച്ചെത്താം. ശ്രീ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ഇപ്പോ ജോസഫ് എം പുതുശ്ശേരി പറഞ്ഞത് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആരോപണങ്ങൾ മാത്രം, അതിനെക്കുറിച്ച് കൃത്യമായി ഇടപെടാത്ത, അന്വേഷിക്കാത്ത, വെറുതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ജേക്കബ് തോമസിനെ പോലെ ഒരു ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു, അദ്ദേഹത്തിനെതിരെയുള്ള നടപടി ഉണ്ടായി എന്നാണ്. അതിനുശേഷം ഇപ്പോൾ 2 ആഴ്ച മാത്രമായിരിക്കുന്നു സർക്കാർ. അഴിമതിക്കാർ വെള്ളം കുടിക്കും, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയുന്നതല്ലാതെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്ന് അദ്ദേഹം വീണ്ടും പറയുമ്പോൾ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അഴിമതിക്കെതിരെ നടന്ന പോരാട്ടവും ഇപ്പോൾ പറയുന്ന കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് പൊതുജനം മനസ്സിലാക്കേണ്ടത്? ലാലെ, ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്ത് ശ്രീ അജിത് കുമാർ പറഞ്ഞ കാര്യത്തിന് ഒരു ചെറിയൊരു വിശദീകരണം വേണം. അദ്ദേഹം നൽകിയ വിശദീകരണത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ കണ്ട കാര്യം, നമുക്കൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ സർക്കാരും പ്രജകളും, നമ്മൾ രാജാവും പ്രജകളും ഒന്നിച്ചിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം കുറച്ചുകൂടെ ഉയർന്നൊരു വ്യാഖ്യാനം നൽകി. പൂജപ്പുര സെൻട്രൽ ജയിലും വീടിൻ്റെ അടുക്കളയും വീട്ടിലെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലവും തമ്മിലുള്ള അന്തരത്തെ ഇവിടെ തുറന്നു കാട്ടിയത് ഞാൻ അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഞാനതിനെ ശ്ലാഘിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ആ ഒരു പിന്നെ വിലയിരുത്തൽ തീർച്ചയായിട്ടും അർത്ഥവത്തതാണെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പിന്നെ ജോസഫ് പുതുശ്ശേരി ഇപ്പോൾ വന്നിരുന്ന ഈ കാര്യങ്ങൾ പറയുന്നതിനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ ശ്രീ റിയാസ് ഇവിടെ നേരത്തെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു, ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ പിന്നെ അത്തരം ചർച്ചകൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമുക്കിവിടെ രാഷ്ട്രീയപരമായ ഒരു വില കുറഞ്ഞ വിഴുപ്പിലക്കലിക്കല്ല ഈ ചർച്ച പോകേണ്ടത്. ശ്രീ അജിത്തും റിയാസും ഒക്കെ തന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോസഫ് പുതുശ്ശേരി സംബന്ധിച്ച് ഒരു സാന്റിയാഗോ മാർട്ടിനെ മാത്രം എടുത്ത് ഇവിടെ ഇരുത്തി അഴിമതി ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കാലം എന്നൊക്കെ പറയുന്നത് എത്രയോ ഡസൻ കണക്കിന് ചർച്ചകളിൽ, മാധ്യമങ്ങളിൽ ഞാനും പങ്കാളിയായിട്ടുണ്ട്, ശ്രീ പുതുശ്ശേരിയും പങ്കാളിയായിട്ടുണ്ട്. ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാം, പുതുശ്ശേരി എത്ര തന്നെ ന്യായീകരിച്ചാലും
ശ്രീ ബാബുവും ശ്രീ കെ എം മാണി സാറും ഒക്കെ കേരള രാഷ്ട്രീയത്തിലെ അവരുടെ സ്ഥാനമാനങ്ങൾ എങ്ങനെ ഉപയോഗിച്ചുവെന്നും അവരെങ്ങനെ പ്രവർത്തിച്ചുവെന്നും ഇവിടുത്തെ സാധാരണ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അതുകൊണ്ട് അതിനെയൊക്കെ മറച്ചു വെച്ചിട്ട് വീണ്ടും ഈ ഒരുതരം നാടകത്തിലൂടെ നമുക്ക് ഈ രാഷ്ട്രീയത്തെ മാറ്റിക്കൊണ്ടുപോകാമെന്ന് ശ്രീ പുതുശ്ശേരിയെ പോലുള്ള ഒരു ഉയർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ വിചാരിക്കുന്നുവെങ്കിൽ അത് മൗഢ്യമാണ്. തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഞാനതിനൊരു ചെറിയ ഉദാഹരണം തന്നെ എടുക്കാം. AICC-യുമായിട്ടുള്ള ചർച്ചയ്ക്ക് പോയ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ എത്ര ദിവസം ഡൽഹി തങ്ങി? അഴിമതിയുള്ളവരെ മാറ്റി നിർത്തി നമുക്ക് ഇലക്ഷൻ നടത്താമെന്ന് സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഉയർന്ന തലത്തിൽ നിൽക്കുന്നവർക്കും അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു, പരാജയപ്പെട്ടു. ആ പരാജയം തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു പരിധിവരെ അവരെ പഠിപ്പിച്ചതും അവർക്ക് നൽകിയ പാഠവും. അതുകൊണ്ട് LDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം വളരെ വലുതാണ്. അഴിമതിയെ മുന്നിൽ നിർത്തി അഴിമതി ഇല്ലാത്ത ഒരു ഭരണം കാഴ്ചവെക്കുമെന്ന് സമസ്ത മേഖലയിലും അഴിമതി നടന്നിരുന്നു എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഇലക്ഷനിൽ അഴിമതി ഇല്ലാത്തൊരു ഭരണം കാഴ്ചവെക്കാമെന്ന് പറഞ്ഞ മാൻഡേറ്റ് നൽകി അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് വൈകാരിക തലത്തിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങൾക്കപ്പുറം പ്രവൃത്തിയിലും തൻ്റെ പ്രവർത്തനത്തിലെ സത്യസന്ധതയിലും ജനങ്ങൾക്ക് നൽകിയ വാക്ക് മാൻഡേറ്റ് കൊടുത്തതിനെ പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റുള്ളവർക്കും ഉണ്ടാകണം. ഞാൻ ആ കാര്യത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കാം, അല്ല എന്നെ പറയാൻ അനുവദിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞതാണ്, അദ്ദേഹം മിതഭാഷയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം കൂടുതൽ ആക്ഷനിൽ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓരോ വാക്കും നമ്മൾ അത് അർഹിക്കുന്ന അർത്ഥത്തോടു കൂടെ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം നൽകിയത് അഴിമതി തുടരുന്ന ഒരു കാലഘട്ടം LDF കാലത്തും UDF കാലത്തും ഒക്കെ മുമ്പുണ്ടായിരുന്നു. അതിന് വ്യത്യസ്തമായി അഴിമതിയില്ലാത്ത ഒരു ഭരണം നടത്താൻ അദ്ദേഹം എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ആക്രോശിക്കുകയല്ല, അപേക്ഷിക്കുകയാണ്. നമുക്ക് ഒന്നിച്ച് നല്ല രീതിയിൽ പോകാം അഴിമതി ഇല്ലാതെ. അതിൻ്റെ ഭാഗമായിട്ടാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ചും നമ്മുടെ ചാലക്കുടി പുഴയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം നൽകിയ ചില സൂചനകൾ. അപ്പോൾ അതുകൊണ്ട് മുല്ലപ്പെരിയാറിനെ കുറിച്ചുകൂടെ പറയുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി മുൻപിൽ എനിക്കൊരു കാര്യം വെക്കാനുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിലെ ചില ഉദ്യോഗസ്ഥർ തമിഴ്നാട്ടിൽ എസ്റ്റേറ്റ് വാങ്ങിയ കഥകളൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് ശ്രീ എൻ ഷംസീർ MLA കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ഷംസീർ, ഇപ്പോ ജോസഫ് പുതുശ്ശേരി വെല്ലുവിളിച്ച ഒരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വെറും ആരോപണങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിലൊക്കെ ചൂണ്ടിക്കാട്ടിയ കെ ബാബുവിനെ കുറിച്ചും അല്ലെങ്കിൽ KM മാണിയെക്കുറിച്ചും ഒക്കെ ജനങ്ങൾ പോലും വിശ്വസിക്കുന്ന രീതിയിലേക്ക് കോടതികൾ പോലും നടത്തിയ പരാമർശങ്ങൾ, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ ചോർന്ന് പുറത്തേക്ക് വന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വിധികളിൽ ഉണ്ടായ കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ കൂടി ചേർന്നാണ് ജനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി തന്നിട്ടുള്ളത്. അതനുസരിച്ച് നിങ്ങൾക്ക് അന്വേഷണം നടത്തിയാലും ഈ പറയുന്ന ആളുകൾക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒന്നും കണ്ടെത്താൻ സാധിക്കില്ല, വെറും ആരോപണങ്ങൾ മാത്രമായിരുന്നു എന്നാണ് ജോസഫ് പുതുശ്ശേരിയുടെ വെല്ലുവിളി. ജോസഫ് പുതുശ്ശേരിക്ക് ചാനലിനകത്ത് വന്നിരുന്നു, പിന്നെ അതല്ലാതെ വേറെ എന്താ പറയാൻ പറ്റുക? മാണി സാറിനെതിരെയും അതുപോലെ തന്നെ ബാബുവിനെതിരെയും ആരോപണം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അവർ പ്രതികളാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ജോസഫ് പുതുശ്ശേരി വളരെ നിസ്സഹായനാണ്. സ്വാഭാവികമായും ചാനൽ ചർച്ചക്കകത്ത് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയേണ്ടി വരും. അല്ലാതെ KM മാണിയും K ബാബുവും കട്ടതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. ഇവിടെ ജനങ്ങൾ LDF-ന് നൽകിയ മാൻഡേറ്റ്, LDF-ന് വളരെ തകർപ്പൻ വിജയമാണ് ജനങ്ങൾ നൽകിയത്. അത് നൽകാൻ LDF മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. LDF പറഞ്ഞ അഴിമതിരഹിത ഭരണമാണ്. അതോടൊപ്പം തന്നെ അഴിമതിക്കാർക്ക് UDF-ൻ്റെ പോയ 5 വർഷക്കാലത്ത് അഴിമതിയാണ് LDF ചൂണ്ടിക്കാണിച്ചത്. UDF-ൻ്റെ 5 വർഷക്കാലത്തെ ജനവിരുദ്ധ ഭരണമാണ് LDF ചൂണ്ടിക്കാണിച്ചത്. UDF വർഗീയ ശക്തിയോട് സ്വീകരിക്കുന്ന മൃദു സമീപനമാണ് LDF ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കടന്നാക്രമണങ്ങൾ അതായിരുന്നു LDF ചൂണ്ടിക്കാണിച്ചത്. സ്വാഭാവികമായും ഇതിനെതിരെയുള്ള ജനങ്ങളുടെ മാൻഡേറ്റാണ്. ഈ മാൻഡേറ്റിനെ മാനിക്കും ഇടതുപക്ഷം. അഴിമതിക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. പക്ഷെ അത് ഇനി ഉള്ള അഴിമതിക്കാർക്കെതിരെയാണോ എന്നിടത്താണ് കഴിഞ്ഞ കാലത്തിൽ നിങ്ങൾ പറഞ്ഞ ആ അഴിമതിക്കാരെ കുറിച്ച് ആ കാലഘട്ടത്തിൽ നിങ്ങൾ പോലും സമരം നടത്തി കോടതിയിൽ കൊണ്ടുവന്ന് എത്തിച്ച് രാജിവെപ്പിച്ച മന്ത്രിമാർക്ക് പകുതി രാജിവെച്ച് തിരിച്ച് വീണ്ടും കയറിയവരുമുണ്ട്. ജനങ്ങൾ പിന്നീട് വിധി എഴുതി അവരെ പുറത്താക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ എതിരെ നിങ്ങളുടെ അന്വേഷണം ഏതു നിലയ്ക്ക് പോകും എന്നത് ഇപ്പോൾ ചോദ്യം ഉയരുന്നു. ഇനിയുള്ള അഴിമതി എന്ന് പറയുമ്പോൾ ഇനി അഴിമതി ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. ഇനി അത്തരമൊരു അഴിമതി ഉണ്ടാവില്ല എന്ന ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം അഴിമതിക്കാർക്കെതിരെ സമരം നടത്തിയാണ് LDF അധികാരത്തിലേക്ക് വന്നത്. LDF-ൻ്റെ കാലത്ത് അഴിമതി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുമാത്രമല്ല, ഇവിടെ UDF-ൻ്റെ അഴിമതിയെക്കുറിച്ച് ആർക്കും അറിയാത്തത് ഞാൻ ചോദിച്ചോട്ടെ ഒരു കാര്യം. മന്ത്രി രാജിവെച്ചു, മന്ത്രിയെ തിരിച്ചു കൊണ്ടുവന്നു. ഞങ്ങളല്ലല്ലോ പറഞ്ഞത്. KPCC-യുടെ അധ്യക്ഷൻ നേരത്തെ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ സൂചിപ്പിച്ചല്ലോ. KPCC അധ്യക്ഷൻ പറഞ്ഞു ചില ടൈൻറ്റഡ് മിനിസ്റ്റേഴ്സ്. ആരൊക്കെയോ സൂചിപ്പിച്ചത്? ഒന്ന് K ബാബുവാണ്, മറ്റൊന്ന് KC ജോസഫാണ്,
മറ്റൊന്ന് അടൂർ പ്രകാശാണ്. ഇങ്ങനെയുള്ള ചില ആളുകൾക്ക് സീറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് പറഞ്ഞതാരാ? KC ജോസഫ് അല്ല, ഞങ്ങളല്ലല്ലോ പറഞ്ഞിരിക്കുക, VM സുധീരനല്ലേ. അപ്പൊ KPCC അധ്യക്ഷൻ തന്നെ പറയുന്ന ടൈൻറ്റഡ് അഴിമതിക്കാരായ ആളുകൾ, അവർ KPCC അധ്യക്ഷൻ തന്നെ പറയുമ്പം അതിനപ്പുറത്ത് ഞങ്ങളെന്താ പറയേണ്ട കാര്യം? അപ്പൊ വളരെ ക്ലിയർ ആണ്, അഴിമതിക്കാർ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, ഒരു സംശയവും വേണ്ട. ഈ അഴിമതിക്കാർ എല്ലാ കാലത്തും ഈ നാടിന്റെ പൊതുഖജനാവ് കൊള്ളയടിച്ച് സുഖിച്ച് ജീവിക്കാം എന്ന് ഏതെങ്കിലും അഴിമതിക്കാരൻ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ഥാനം തടവറക്കുള്ളിലായിരിക്കും. അതിന് ഇച്ഛാശക്തിയിൽ ഒരു CM കേരളത്തിലുണ്ട്, അതിന് ഇച്ഛാശക്തിയിൽ ഒരു സർക്കാർ കേരളത്തിലുണ്ട്. ആ നിലയിൽ അഴിമതിക്കാർക്കെതിരെ കർശനമായ നടപടി LDFന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവും. ഏത് തരത്തിലാണ് അത്? ഇന്നിപ്പോ ശ്രീ ജേക്കബ് തോമസ് പറഞ്ഞ ഒരു കാര്യം, അത് എത്രത്തോളം സർക്കാരിന്റെ വാക്കുകളാണെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതായത് മൂർഖന്റെ കടി കൊള്ളുമ്പോഴേ അഴിമതിക്കാർ അറിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതേ തരത്തിലുള്ള അർത്ഥം കൊടുക്കുന്ന രീതിയിലാണ് അഴിമതിക്കാർ ഒരുമിച്ച് കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കേണ്ടതുണ്ടോ, അവർ അങ്ങനെ കഴിക്കണമോ എന്ന് അവർ തീരുമാനിക്കാൻ മുഖ്യമന്ത്രി അഴിമതിക്കാർക്ക് തന്നെ കാര്യങ്ങൾ വിട്ടുകൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്നത് വഴി കഴിഞ്ഞ കാലങ്ങളിൽ അഴിമതി നടത്തിയവർ കാരാഗ്രഹത്തിനകത്താകും എന്ന് ഉറപ്പിച്ച് പറയുകയാണോ സർക്കാർ? വളരെ ക്ലിയർ അല്ലേ? സർക്കാരിന്റെ മെസ്സേജ് വളരെ ക്ലിയർ അല്ലേ? അഴിമതിക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. കാരണം ഇല്ലാത്ത കള്ള കേസുണ്ടാക്കി ഉൾപ്പെടെ ഇവിടെ ആളുകൾ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. കെട്ടുകഥകൾ, ഫിക്ഷൻ കഥകൾ, കെട്ടുകഥകൾ വായിക്കുന്നത് പോലെയുള്ള സ്റ്റോറികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ അഴിമതി നടത്തിയവരുണ്ടല്ലോ. ഇവിടെ കോടതിയുടെ പരാമർശം, ഞാൻ ചോദിക്കുന്ന, ഒരു സ്റ്റേ സർക്കാർ ആയിരുന്നില്ലേ UDF സർക്കാർ? കേവലം ഹൈക്കോടതി സ്റ്റേയിൽ മാത്രം കടിച്ചു തൂങ്ങിയൊരു സർക്കാരായിരുന്നു. ആ സ്റ്റേ ജനങ്ങൾ വെക്കേറ്റ് ചെയ്തു, അതല്ല അവർ പുറത്തു പോകേണ്ടി വന്നത്. അതുകൊണ്ട് എല്ലാ കാലത്തും അഴിമതി നടത്തി മുന്നോട്ട് പോകാം എന്നാരും ധരിച്ചു വെക്കേണ്ടതില്ല. അത്തരം അഴിമതിക്കാർക്കെതിരെ കർശനമായ നടപടി ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും എന്ന ഉത്തമ വിശ്വാസമാണ് ഈ സർക്കാരിൻ്റെ കൂടി ഭാഗമായ ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത്. അത്തരം ഒരു നടപടി ഈ അഴിമതിക്കാർക്കെതിരെ കർശന നടപടി. അഴിമതിക്കാരെ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ, അല്ലാത്ത ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. മടിയിൽ ഖനമുള്ളവൻ മാത്രമേ ഈ സർക്കാരിനെ ഭയപ്പെടേണ്ടതുള്ളൂ. ഞാൻ തിരിച്ചു വരാം ശ്രീ അജിത് കുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ജോസഫ് പുതുശ്ശേരി, ഇപ്പോൾ ശ്രീ ഷംസീർ കൂടി പറഞ്ഞ കാര്യം വെച്ച് മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ അർത്ഥത്തിൽ നിങ്ങളുടെ കാലഘട്ടത്തിൽ സ്റ്റേ വാങ്ങിച്ച് മുന്നോട്ട് പോവുക, അഴിമതിക്കെതിരെ ഉള്ള പോരാട്ടം നടത്തിക്കൊണ്ട് കോടതിയിലെത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെതിരെ തെളിവുകൾ വരുമ്പോൾ അത് കീഴ്ക്കോടതിയിലാണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് ഹർജി കൊടുക്കുക, മേൽക്കോടതിയിൽ പോവുക, അവിടെ നിന്ന് അനുകൂല വിധി സമ്പാദിക്കുക, അങ്ങനെ നിയമത്തിൻ്റെ അടുത്ത വഴികളിലേക്ക് പോയി ഈ ജനങ്ങളുടെ മനസ്സിൽ ഈ പ്രശ്നങ്ങളിൽ ഏതാണ് ശരി എന്ന സംശയം ഉണ്ടാക്കുക. മുൻകാലങ്ങൾ ഉണ്ടായിരുന്നതുപോലെ രാഷ്ട്രീയ ധാർമ്മികതയ്ക്കൊന്നും ഒരു സ്ഥാനവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയിച്ചു നിരീക്ഷകരെ കൊണ്ട്. അതൊരു അബദ്ധമായോ? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഷംസീർ തെരഞ്ഞെടുപ്പ് വിജയം കഴിഞ്ഞ് സംസാരിക്കുകയാണ്. ജനങ്ങൾ നൽകുന്ന വിധി വലിയ അംഗീകാരം തന്നെയാണ്. ആ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ആണ് മുന്നോട്ട് പോകാൻ കഴിയുക. അതിലൊന്നും യാതൊരു സംശയമുള്ള കാര്യമല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പം സ്റ്റേയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, CBI അന്വേഷണം വേണ്ട എന്ന് വാദിക്കാൻ ഡൽഹിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ടുവന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇപ്പോൾ ജനവിധി ഉണ്ടായി, ഇടതുപക്ഷ മുന്നണി ജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇന്നലകളിലുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾ വിസ്മരിച്ചോളണം എന്ന് ഉത്തരവിറക്കുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു പിന്നെ ഓർമ്മശക്തിയും അതുപോലെ അത്തരം ഒരു വിവേചനവും ഒക്കെ ഉണ്ടാവുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വിജയത്തിൽ ആഹ്ലാദിക്കുകയും അല്ലെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതൊക്കെ നല്ലതാണ്. വിജയം ജനങ്ങൾ നൽകിയ വിജയമാണ്, അതിനെ മാനിക്കുന്നു, അതനുസരിച്ച് മുന്നോട്ട് പോകണം. പക്ഷെ വിജയത്തിൽ അഹങ്കരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മറ്റ് പിന്നെ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാനേ പാടില്ല, ഓർക്കാനേ പാടില്ല എന്നൊക്കെയുള്ള നിലയിൽ ചർച്ചകൾ വരുന്നത് എത്രമാത്രം ഭൂഷണമാണ് എന്ന് അവർ തന്നെ ആലോചിച്ചാൽ മതി. അഴിമതിക്കെതിരെ സംസാരിക്കുന്ന ഞാൻ ആദ്യം മുതൽ ആവർത്തിക്കുന്നു, അഴിമതിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ആരാണ് നടത്തും? അഴിമതിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. അത് ഞങ്ങൾക്ക് യാതൊരു പിന്നെ ഭയപ്പാടുമുള്ള കാര്യമല്ല. ആ നടപടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളും. അഴിമതിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. ശ്രീ ഷംസീർ, ഇത് തുടക്കത്തിലെ തന്നെ ജോസഫ് പുതുശ്ശേരി പറയുന്ന ഒരു കാര്യമാണ്. അതായത് അഴിമതിക്കെതിരെ ആരാണ് ഇവിടെ എതിർക്കുന്നത്? അഴിമതിക്കെതിരെ ശക്തമായ നടപടി തന്നെ വേണമെന്നാണ് ജോസഫ് പുതുശ്ശേരിയും പറയുന്നത്. അതായത് ഒരു സർക്കാരും ഒരു രാജ്യത്തും അഴിമതി നടത്താൻ വേണ്ടി എന്ന് പറഞ്ഞുണ്ടാകുകയില്ല. അപ്പോൾ എവിടെയാണ് ഈ പിണറായി വിജയൻ സർക്കാർ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ പറയുന്ന ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് എന്നാണ് ജോസഫ് പുതുശ്ശേരിക്ക് അറിയേണ്ടത്. ഇന്നിപ്പോൾ June 2 ആയിട്ടുള്ളൂ ജോസഫ് പുതുശ്ശേരി. ഞാൻ വളരെ വിനയത്തോടെ പറയാം, നിങ്ങളൊരു എന്നെക്കാൾ മുമ്പ് നിയമസഭയ്ക്കൊക്കെ എത്തിയിരുന്ന വളരെ സീനിയറായ നിയമസഭാ സാമാജികനായിരുന്നു, പാർലമെൻ്ററിനായിരുന്നു, കേരള കോൺഗ്രസിൻ്റെ നാവാണ്, അതിലും തർക്കമൊന്നുമില്ല. ഞാനൊരു സത്യം പറയുമ്പോൾ അത് നിങ്ങൾക്ക് അഹന്തയാണ്, അഹങ്കാരമാണെന്ന രീതിയിൽ ആക്ഷേപിക്കുന്ന രീതി ശരിയല്ല.
ഞാൻ പറഞ്ഞ ഫാക്റ്റാണ്. ഞാൻ പറഞ്ഞ ഫാക്റ്റ് നിങ്ങളുടെ വി എം സുധീരൻ പറഞ്ഞ ഫാക്റ്റാണ്. അല്ലാതെ ഞാൻ എന്തെങ്കിലും എവിടുന്നോ മാനത്ത് കിട്ടി അറിവ് വെച്ച് പറഞ്ഞതല്ല. വി എം സുധീരൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്കതൊരു അറഗൻസ് ആയി തോന്നുമെങ്കിൽ അതിലെനിക്കൊന്നും പറയാനില്ല. പിന്നെ നിങ്ങൾ വരികൾക്കിടയിലൂടെ പറയാൻ ശ്രമിക്കുന്നു CBI എന്നൊക്കെ. എന്നിട്ട് എന്തായി ആ കേസ്? ഇപ്പം വിചാരണ കോടതി ചാർജ് പോലും ഫ്രെയിം ചെയ്യാതെ തള്ളേണ്ടി വന്നില്ലേ? എന്തായിരുന്നു വസ്തുത? ഞാൻ പറഞ്ഞല്ലോ, ഒരു പുകമറ സൃഷ്ടിക്കുക, ഒരു ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടുക, അതല്ലേ ഉണ്ടായത്. മറിച്ച് നിങ്ങളുടെ കാര്യത്തിൽ വളരെ ക്ലിയർ കട്ടായി മൊഴികളുണ്ടല്ലോ. ബിജു രാധാകൃഷ്ണന്റെ മാത്രമല്ല, ബിജു രമേശിന്റെ മാത്രമല്ല, എന്തെല്ലാം മൊഴികൾ. സോളാർ കേസ്, അതും സെക്സും ക്രൈമും എല്ലാം ഒരുപോലെ കൂട്ടിയോജിപ്പിച്ച സർക്കാർ ആയിരുന്നില്ലേ പോയ സർക്കാർ? അപ്പം അതിനെപ്പറ്റി പറയുമ്പോൾ എന്തിനിങ്ങനെ പൊള്ളേണ്ട കാര്യം? സത്യം പറയുമ്പം സത്യം വിളിച്ചു പറയുന്നവൻ ധാർഷ്ട്യക്കാരനാണ്, ധിക്കാരിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന രീതി വളരെ സീനിയറായ ഒരു പൊതുപ്രവർത്തകൻ ജോസഫ് പുതുശ്ശേരിയെ പോലുള്ള ആളുകൾക്ക് യോജിച്ചതല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇന്ന് നിങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞത് കൊണ്ടൊന്നും ഞങ്ങൾ സത്യം പറയുന്ന പിറകോട്ട് പോകാൻ പോകുന്നില്ല. ഇങ്ങനെ ചാനലിനകത്ത് വന്നിരുന്ന് ധാർഷ്ട്യമാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചാൽ ഞങ്ങൾ സത്യം പറയുന്ന പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറിപ്പോകും എന്ന് പുതുശ്ശേരി സാർ ധരിച്ചു വെക്കുന്നുവെങ്കിൽ ഒരടി പോലും ഞങ്ങൾ പുറകോട്ട് പോവില്ല. അഴിമതിക്കെതിരായ പോരാട്ടം ശാക്തിയുക്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് പോകുമ്പം അതിനെ പിന്തുണക്കാൻ അതിലൊരു നിയമസഭാ സാമാജിക നിലയിൽ ഞാൻ ഉണ്ടാകും, LDFന്റെ ഓരോ ആളുകളും ഉണ്ടാകും എന്ന ഉത്തമ വിശ്വാസമാണ് എനിക്കുള്ളത്. ശ്രീ അജിത് കുമാർ, ഒരുപക്ഷെ ഇപ്പോൾ ശ്രീ പിണറായി വിജയന്റെ ശൈലി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ അഡ്വക്കേറ്റ് ശിവൻമഠത്തിലും മറ്റ് അതിഥികളൊക്കെ ഏതാണ്ട് ആ കാര്യത്തിൽ യോജിച്ച കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ അതാണ് സൂചിപ്പിച്ചത്. ഈ പറഞ്ഞ ഒരു സമവായത്തിൻ്റെ പുതിയ ഒരു ഭരണതന്ത്രജ്ഞൻ്റെ ഒരു സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള രീതിയിലേക്ക് ഒരു പ്രൊഫഷണൽ സമീപനത്തോടു കൂടിയുള്ള ഒരു ഭരണതന്ത്രജ്ഞൻ്റെ സമീപനത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഈ പറഞ്ഞ ഇനി അങ്ങോട്ട് ഒരു അഴിമതി ഇല്ലാത്ത സംസ്ഥാനം, മുൻകാലങ്ങളിലെ എല്ലാ ശീലങ്ങളും മാറ്റിയേക്കൂ എന്നാണ് ആരെങ്കിലും അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അവരോട് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നത്. അവതാരങ്ങൾ എന്ന വാക്കാണ് അദ്ദേഹം ആദ്യം ഉപയോഗിച്ചത്. അങ്ങനെ സാധാരണ ഭരണത്തിൽ കയറുന്ന ആളുകളോടൊപ്പം ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാൻ സാധ്യതയുള്ള ആളുകൾ ഉണ്ടാകും. അവരെയൊക്കെ ആദ്യമേ തന്നെ ഒരു വാക്കുകൊണ്ട് തന്നെ അദ്ദേഹം അകറ്റിയിരിക്കുന്നു. എന്നാൽ അതേസമയം ഒരിക്കലും ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകും ഇത്തരത്തിലൊരു ഇടത് സർക്കാരിൽ നിന്ന് ഇങ്ങനെയൊരു സമീപനം ഉണ്ടാകുമോ വികസന കാര്യത്തിൽ എന്നൊക്കെ തോന്നുന്ന പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ ചില മുന്നേറ്റങ്ങൾ, ചില പ്രഖ്യാപനങ്ങൾ തന്നെ വരുന്നുമുണ്ട്. ഇതൊക്കെ ഒരു തരത്തിൽ ഈ അഴിമതിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൂടി ഇനി അങ്ങോട്ടുള്ള ഭരണത്തെക്കുറിച്ചുള്ള നല്ല സൂചനകൾ, ശീലങ്ങൾ ഉണ്ടാക്കാനുള്ള ഉദ്യോഗസ്ഥർക്കും ഭരണകർത്താക്കൾക്കുമുള്ള മുന്നറിയിപ്പായി ആണോ കാണുന്നത് ശ്രീ അജിത് കുമാർ? ഡോക്ടർ ലാൽ, തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ശ്രീ ഷംസീറിനെ, യുവ സാമാജികനെ ഞാൻ അനുമോദിച്ചു കൊള്ളട്ടെ. വ്യക്തിപരമായിട്ടും തീർച്ചയായിട്ടും എൻ്റെ ഹൃദയത്തിൽ തട്ടി തന്നെ ഞാൻ പറയുകയാണ്. മുമ്പ് നമ്മൾ ഒരുമിച്ചിരിക്കുന്ന പാനലിൽ ഡിസ്കഷനിൽ നമ്മൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ അദ്ദേഹം കോഴിക്കോട്ടും ഒക്കെ ഇരുന്ന് നമ്മൾ പരസ്പരം അവിടെ എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് അത് ജനപ്രതിനിധിയായിട്ട് തിരുവനന്തപുരത്ത് വന്നു. ഇനി ഒരു കൂടുതൽ കാലം ഇനിയും തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ഇരുന്നതിന് ഒരുപക്ഷെ നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട ഒരു പക്ഷേ ഏറ്റുമുട്ടലും വേണ്ടി വരും. പക്ഷേ സൗഹൃദമായ രീതിയിൽ നമുക്ക് സംസാരിച്ചു തീരാം. അദ്ദേഹത്തിനെ ഞാൻ വീണ്ടും അനുമോദിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ പ്രതിബദ്ധതയൊക്കെ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതുതന്നെയല്ല, ഡോക്ടർ ലാൽ ചോദിച്ചതുപോലെ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് കേവലം രണ്ടാഴ്ച പോലും ആയില്ല. ഈ സർക്കാരിന് അതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു സെറ്റിലിംഗ് ടൈം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പലരും പറയുന്ന പോലെ മധുവിധു കാലം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇറ്റ് ഇസ് ടു ഏർലി ടു അസസ് ദി പെർഫോമൻസ് ഓഫ് ദ ഗവൺമെൻറ്. വളരെ നേരത്തെ നമ്മൾ അങ്ങനെ ഇത് ചെയ്യേണ്ട കാര്യമല്ല. പക്ഷേ സോ ഫാർ സോ ഗുഡ് എന്ന് പറയുന്ന പോലെ ഇതുവരെ കുഴപ്പമില്ലാത്ത രീതിയിൽ ആണ്. പക്ഷേ സർക്കാരിൻ്റെ ചില മുൻഗണനാക്രമങ്ങളിൽ പാളിച്ച പറ്റിയിട്ടുണ്ടെന്നുള്ള സംശയം കൂടി ഞാൻ പറയും. എനിക്ക് സമയം സ്വല്പം സമയം തരണം പ്ലീസ്. എനിക്കാണ് ഏറ്റവും കുറച്ച് സമയം കിട്ടിയത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏറെ ഘോഷിക്കപ്പെടുന്ന നമ്മൾ ഇന്ന് ചർച്ചയിൽ പ്രധാന വിഷയമായത് ശ്രീ ജേക്കബ് തോമസ് അല്ലേ? ജേക്കബ് തോമസ്, യെസ്. പേരുകൾ ഇപ്പോൾ പടമി ചില പേരുകൾ ഇങ്ങനെ മുമ്പ് ജേക്കബ് പുന്നൂസ് ഉണ്ടായിരുന്നു. നമുക്ക് ശ്രീ ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിട്ട് വന്ന ജേക്കബ് തോമസ്, ഇദ്ദേഹം ഇത്രയും വലിയ ഒരു പുണ്യവാളനായിട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്നതിൻ്റെ പൊള്ളത്തരം എനിക്ക് തുറന്നു കാട്ടാൻ ഒരു 60 സെക്കൻഡ് തരണം. ഞാൻ ഒരു കേന്ദ്ര സർക്കാരിന് ഒരു കണ്ണൂരുള്ള അങ്ങയുടെ നാട്ടിലുള്ള ഒരു പൊതുപ്രവർത്തകൻ കൊടുത്ത ഒരു പരാതിയെ സംബന്ധിച്ച് ഈ നമ്മുടെ ഇലക്ഷൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന മെയ് 2ാം വാരത്തിൽ കേന്ദ്ര മിനിസ്റ്റർ ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു കത്ത്, അതിൻ്റെ പരാതിയുടെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കവറിംഗ് ലെറ്ററാണിത്. ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, ഓക്കെ, കാണിക്കേണ്ട. പക്ഷേ അദ്ദേഹത്തിനെക്കുറിച്ച് വളരെ ഗുരുതരമായ ആരോപണം അതിനകത്ത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫൈനാൻസ് കോർപ്പറേഷനിൽ KTDFൽ MD ആയിരിക്കും എവിടെ പോയി കോളേജ് ക്ലാസ് എടുത്തു എന്നുള്ള ബാലിശമായ ആരോപണമൊന്നുമല്ല. അദ്ദേഹം 1.25 ലക്ഷം രൂപയായിട്ട് 1.65 ലാക്സ് ശമ്പളം വാങ്ങിച്ചെന്നൊക്കെയുള്ള പോലെയുള്ള ബാലിശമായ ആരോപണങ്ങളില്ല. കോടികളുടെ ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പോർട്ട് ഡയറക്ടറായിരിക്കുന്നു. മുമ്പ് പറഞ്ഞില്ല, ഞാൻ ഇതുവരെ പോലീസ് സ്റ്റേഷൻ പണിയായിരുന്നു,
അതിന് ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് ഇനി പണി കൊടുക്കാനായിട്ടുള്ള പണിയാണ് ചെയ്യുന്നത്. അദ്ദേഹം അതിന് തുറമുഖ ഡയറക്ടറായിരിക്കെ അവിടെ ഇതുപോലെ കെട്ടിട നിർമ്മാണമൊക്കെ നടത്തിയ വകയിൽ അദ്ദേഹം 10 കോടി രൂപയുടെ അഴിമതിക്ക് ആരോപണ വിധേയനാണ് ഈ പറഞ്ഞ ശ്രീ ജേക്കബ് തോമസ്. അതിൻ്റെ രേഖകളുണ്ട്, ഇടപെടരുത് പ്ലീസ്. അതിനെക്കുറിച്ച് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഏത് പത്രമാണെന്നൊന്നും ഞാൻ കോട്ട് ചെയ്യുന്നില്ല. അതിനുശേഷം അദ്ദേഹം കർണാടകയിലെ മടിക്കേരിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് 150 ഏക്കർ ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. തുടർന്ന് സമീപത്തുള്ള വനഭൂമി കയ്യേറി 2 കോടി രൂപയുടെ മരം മുറിച്ചതായും ഈ ശ്രീ ജേക്കബ് തോമസിനെതിരെ ആരോപണമുണ്ട്. ഇതെല്ലാം അതിനെക്കുറിച്ച് കർണാടക വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ ഇവിടുത്തെ വിജിലൻസ് ഡയറക്ടറായിരിക്കും. അദ്ദേഹത്തിൻ്റെ കർണാടകയിലെ കൗണ്ടർ പാർട്ടുമായിട്ട് വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാം, നമ്മുടെ മുഖ്യമന്ത്രി സമ്മതിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ അദ്ദേഹം അതിന് വിചാരണ നേരിടേണ്ടി വരും. തീർന്നില്ല പ്ലീസ്. അതുപോലെ പോർട്ട് ഡയറക്ടറായിരിക്കെ, ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫൈനാൻസ് കോർപ്പറേഷൻ്റെ MD ആയിരിക്കെ സ്വകാര്യ കോളേജിൽ പഠിപ്പിക്കാൻ പോയതിൻ്റെ വകയിൽ അതിനൊക്കെ അപ്പുറത്ത് ഈ പറഞ്ഞ കോടികളുടെ ആരോപണത്തിന് വിധേയനായിരിക്കുന്ന ആളാണ് ശ്രീ ജേക്കബ് തോമസ്. അദ്ദേഹമാണ് ഇപ്പോൾ പുണ്യവാളനായിട്ട് വന്നിരിക്കുന്നത്. അത് എനിക്ക് മനസ്സിലാകാത്തത് അവിടെയാണ്. എനിക്ക് ബഹുമാനായ മുഖ്യമന്ത്രിക്ക് ചില പ്രയോറിറ്റീസിൽ പാളിച്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയം. അതായത് ഈ ശ്രീ VS ഇദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ ശ്രീ VS ആണെന്ന് തോന്നുന്നു. താൻ ആരുമല്ല, എന്നാലും എന്തോ ആണെന്ന് ധരിക്കുന്ന ശ്രീ VSൻ്റെ അതേ ഇതാണ് ആരുമല്ലാത്ത ശ്രീ ജേക്കബ് തോമസ് വലിയ പുണ്യാളം ചമഞ്ഞ് കർദിനാൾ ചമഞ്ഞ് മാർപ്പാപ്പയാകാനിരിക്കുന്നത്. ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ശരിയാണെങ്കിൽ ഇത് അന്നേ തന്നെ നിങ്ങളുടെ സർക്കാരിന് നടപടിയെടുക്കാൻ പറ്റുന്നതായിരുന്നു. അങ്ങനെ നടപടിയെടുക്കാൻ പറ്റാത്ത തരത്തിൽ അതിനേക്കാൾ വലിയ ആയുധങ്ങളാണോ ജേക്കബ് തോമസിന്റെ കയ്യിൽ അന്നുണ്ടായിരുന്നത് എന്നാണ് ഇത് കേൾക്കുമ്പോൾ, ശ്രീ അജിത് കുമാർ പറയുന്നത് കേൾക്കുമ്പോൾ ചോദിക്കാൻ തോന്നുക. ശ്രീ പുതുശ്ശേരി, പുതുശ്ശേരിയിലേക്ക് വരാൻ സാധിക്കില്ല. ശ്രീ ഷംസീർ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനാണ് അഴിമതിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വിജിലൻസിന്റെ തലപ്പത്ത് എന്ന് ശ്രീ അജിത് കുമാർ പറയുമ്പോൾ ഇവിടെ എനിക്ക് സൂചിപ്പിക്കുക, ഇതെന്തുകൊണ്ട് ഇത്രയും കാലം ഇത് പുറത്തു വരാതിരുന്നത്? UDF സർക്കാരും ഈ ജേക്കബ് തോമസും തമ്മിൽ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു വളരെ കൃത്യം അസസ്മെൻ്റ് ആണെങ്കിൽ ഏതാണ്ട് 1 കൊല്ലത്തോളം അവർ കോൺഫ്രണ്ട് ചെയ്ത് പോയിരുന്നു. അന്നൊന്നും ഈ വാർത്ത ഞങ്ങളാരും കണ്ടില്ല. ഇപ്പോൾ ഏതാണ് അജിത് കുമാർ സാറിന് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഏതായാലും ജേക്കബ് തോമസിൻ്റെ കൗൺസിലൊന്നുമില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സർക്കാർ അഴിമതി അവസാനിപ്പിക്കലാണ്. അഴിമതി അവസാനിപ്പിക്കാൻ അദ്ദേഹം ആത്മാർത്ഥം ശ്രമിച്ചാൽ ഈ സർക്കാർ പിന്തുണക്കും. ആരെയും എല്ലാ കാലത്തും കൊണ്ടുപോകേണ്ട കാര്യമൊന്നും LDF-നില്ല. ഏതെങ്കിലും ഒരു ഓഫീസറെ ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമോ ഏതെങ്കിലും ഒരു ഓഫീസറെ ഇഗ്നോർ ചെയ്യേണ്ട കാര്യമോ ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നത് ഈ സർക്കാർ അഴിമതിക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. അതാരും ആവട്ടെ, അവർക്കെതിരെ നടപടി സ്വീകരിക്കും. അതാണ് സർക്കാരിൻ്റെ പ്രയോറിറ്റി. അഴിമതിക്കാരുണ്ടല്ലോ ഇവിടെ, അഴിമതിക്കാർക്കെതിരായ കർശന നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോക്കാണ്. അപ്പോൾ അഴിമതിക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഓഫീസർമാർ വരുമ്പോൾ അവരെ ഈ രീതിയിൽ ആക്ഷേപിക്കും. എന്തുകൊണ്ട് ഇത് ആദ്യം ഉന്നയിക്കപ്പെട്ടില്ല? ഏതായാലും ഒരു കാര്യം പറയാം, ഞങ്ങൾ ഉറപ്പിച്ച് പറയാം, ലെഫ്റ്റ് ഗവൺമെൻറ് എല്ലാ തരത്തിലും അഴിമതിക്കെതിരെയും കർശന നടപടി സ്വീകരിക്കും. വെറും ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വം നടത്തിയ അഴിമതിയല്ല, എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായ ആളുകൾ നടത്തിയാലും അവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കാൻ ഒരു മടിയും കാണിക്കില്ല എന്ന് വളരെ ക്ലിയറായ മെസ്സേജാണ് സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ക്ലിയറായി അഴിമതിക്കെതിരെ യുദ്ധം, അതാണ് ഈ സർക്കാർ ഉയർത്താൻ കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ വികസന കാര്യങ്ങൾ വളരെ സ്പീഡിൽ, കാരണം ഒരു തലമുറ കേരളത്തിൽ ഇനിയും ആളുകൾക്ക് ജീവിക്കേണ്ടതാണ്. ഇവിടെ ഒരു തലമുറ ജീവിക്കുകയാണ്. ഇനി പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പിറന്നു വീണ കുഞ്ഞുങ്ങൾക്കും ജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അന്തസ്സോടെ ജീവിക്കാൻ സാധിക്കണം. അതിന് ഒരു വികസന കാഴ്ചപ്പാട് പിണറായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പിണറായിയുടെ ആ വികസന കാഴ്ചപ്പാടിനെ പിന്തുണക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹം, ഈ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ നവകേരള മാർച്ചിൽ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. നവകേരള മാർച്ചിൽ വെച്ച ആശയങ്ങൾ കൂടുതൽ ഇനി സർക്കാരിന്റെ ലക്ഷ്യം കൃത്യമായി വെളിപ്പെടുക. ഇന്ന് അത് തുറന്നു പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ AN ഷംസീർ MLA, ശ്രീ ജോസഫ് പുതുശ്ശേരി, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, J. അജിത് കുമാർ, മുഹമ്മദ് റിയാസ്.